ഖമനേയി, ഇറാൻ്റെ ആത്മീയ നേതാവ്, ഇപ്പോൾ ഒരു വല്ലാത്ത കുരുക്കപ്പെട്ടിരിക്കുക. അദ്ദേഹത്തിന് അർജൻറ്റീന അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നു അല്ലേ? അത് പഴയ AMIA കേസ് എന്ന് പറയും. AMIA എന്ന് പറയുന്നത് അവരുടെ ഭാഷയിലാണ്. അത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് വെക്കുകയാണെങ്കിൽ അസോസിയേഷൻ ഓഫ് ഇസ്രയേൽ ആൻഡ് അർജന്റീന എന്ന് പറയാം. അതാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ 1990 ജൂത കേന്ദ്രമാണത്. ജൂയിഷ് കമ്മ്യൂണിറ്റി സെന്റർ ആണത്. 1990 അർജന്റീനയിൽ ധാരാളം ജൂതന്മാരുണ്ടല്ലോ. ഇസ്രയേൽ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള ഒരു സ്ഥലമാണത്. അപ്പോൾ 1994 ബ്യൂണസ് ഐറിസിൽ, അർജന്റീനയുടെ തലസ്ഥാനം, അവിടെ ഈ ജൂത കേന്ദ്രം ബോംബാക്രമണം നടത്തി. 85 പേര് കൊല്ലപ്പെട്ടു, 300-ലധികം പേർക്ക് പരിക്ക് പറ്റി. എന്ന് പറഞ്ഞാൽ 85 ജൂതന്മാര് കൊല്ലപ്പെടുന്നു. ഇത് ഹിസ്ബുള്ളയെ കൊണ്ട് ഇറാൻ ആസൂത്രണം ചെയ്യുന്നു. എന്നിട്ട് ഇറാൻ ആസൂത്രണം ചെയ്തിട്ട് ഹിസ്ബുള്ളയെ കൊണ്ട് ചെയ്യിച്ചതാണിത് എന്ന് കോടതിയിൽ ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ അപ്പോൾ ഖമനേയി ആസൂത്രണം ചെയ്തത് എന്നുള്ള നിലയ്ക്ക് ഖമനേയിക്കെതിരെ, ഖമനേയി ഏതെങ്കിലും കാരണവശാൽ അർജന്റീനയിൽ എത്തുകയാണെങ്കിൽ പിടിച്ച് ജയിലിലിടണം എന്നുള്ളത്. അത് ഖമനേയി എന്തായാലും അർജന്റീനയിൽ പോകാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ AMIA ഇതിലുള്ള പ്രോസിക്യൂട്ടർ സെബാസ്റ്റ്യൻ ബാസോ കോടതിയിൽ അപേക്ഷിച്ചു, അർജന്റീന രാജ്യാന്തര തലത്തിൽ ഖമനേയിയെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ എടുക്കണം. ഇയാളെ അത് എല്ലാ രാജ്യങ്ങൾക്കും അത് സംബന്ധിച്ച നിർദ്ദേശവും കൊടുക്കണം. രാജ്യാന്തര കോടതിയിലുമൊക്കെ നമ്മളിത് അറിയിക്കുകയും വേണം. കാരണം ഇയാളൊരു രാജ്യാന്തര ഭീകരനാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പൊ ഇമ്മ്യൂണിറ്റി, രാജ്യങ്ങൾ തമ്മിൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഡൽഹിയിൽ ചാണക്യപുരിയിലിരിക്കുന്ന എംബസികളില്ലേ, ഇസ്രയേലിന്റെ എംബസി, മറ്റേ എംബസി എന്നൊക്കെ പറയുന്നത്, അതൊക്കെ അതത് രാജ്യങ്ങൾ പോലെയാണ് കണക്കാക്കുന്നത്. അത് അവരുടെയൊക്കെ. അപ്പൊ അതിന്റെ അകത്ത് പോയി ആരും വലിയ ആക്രമണമൊന്നും ചെയ്യില്ല. അത് അവരുടെ എംബസി ഇരിക്കുന്ന സ്ഥലത്ത് ഇപ്പൊ അമേരിക്കൻ എംബസി ഇരിക്കുക ഡൽഹിയിലാണേലും അവിടെ ബാധകം അമേരിക്കൻ നിയമമാണ്. അതുപോലത്തെ ഇമ്മ്യൂണിറ്റി രാജ്യങ്ങളുടെ ഈ പരമാധികാരിമാർക്ക്, പ്രസിഡന്റോ അങ്ങനെയൊക്കെ ഉണ്ട്. ആ ഇമ്മ്യൂണിറ്റി ഇതിൽ ബാധകമല്ല എന്നും കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കാരണം രാജ്യാന്തര കുറ്റവാളിക്ക് ഇമ്മ്യൂണിറ്റി ബാധകമല്ല എന്ന് പ്രോസിക്യൂട്ടർ വാദിച്ചിട്ടുണ്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള ഇമ്മ്യൂണിറ്റി, ഒരു ഭീകരനെ നമ്മൾ പ്രഖ്യാപിക്കുന്നത് ശരിയല്ല. നമ്മുടെ രാജ്യത്ത് കയറി പലതവണ ആക്രമിച്ചിട്ടുള്ളതാണ് ഇറാൻ എന്ന് പറഞ്ഞ പഴയ കേസുകളും 92-ലെ കേസും ഒക്കെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തീരുമാനമെടുത്തത്, ഹിസ്ബുള്ളയെ കൊണ്ട് ഈ ജൂത കേന്ദ്രം ആക്രമിക്കാൻ തീരുമാനമെടുത്തത് ഖമനേയിയാണ്. അപ്പോൾ കീ കോൺസ്പിറേറ്റർ എന്ന് പറയുന്നത് ഖമനേയിയാണ്. 1994 ജൂലൈയിലാണ് ഇത് നടന്നത്. അത് ഖമനേയി പുറപ്പെടുവിച്ച ഫത്വ കാരണമാണ് ആക്രമണം നടന്നത്. ഫത്വ 39, 39ാമത്തെ ഫത്വ, അതിനും രേഖയുണ്ട്. അയാൾ പുറപ്പെടുവിച്ച തെളിവുണ്ട്. അപ്പോൾ ഫത്വ 39 ഖമനേയി പുറപ്പെടുവിച്ചിട്ടാണ് ഈ ആക്രമണം നടന്നത്. അപ്പോൾ അർജന്റീനയിലെ ഫെഡറൽ ജഡ്ജി ഡാനിയൽ റഫേക്കാസിനോടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. ഖമനേയിയെ കഴിയുമെങ്കിൽ നമ്മളൊരു സമ്മൺ ചെയ്യാൻ വേണം എന്നും പറഞ്ഞിട്ടുണ്ട്, വിളിച്ചു വരുത്തണം. എന്നിട്ട് അയാൾക്കിതിൽ എന്താണ് പറയാനുള്ളത്, അയാളുടെ പ്രസ്താവന, വിശദീകരണം ചോദിക്കണം. 1994 ജൂലൈ 18 ആക്രമണം നടത്തിയത് നിങ്ങളുടെ ഫത്വ കാരണമല്ലേ? അത് നമ്മൾ അയാളോട് ചോദിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇന്റർപോളിനെ, ഇയാളെ എവിടെ കണ്ടാലും പിടിക്കാനായിട്ട് ഇന്റർപോളിനോട് നമ്മൾ പറയണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഖമനേയിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ള മുൻ നിലപാട് അർജന്റീനയ്ക്ക് ഉണ്ടായിരുന്നു. ഇമ്മ്യൂണിറ്റി ഉണ്ടെന്നൊക്കെ പൊളിറ്റിക്കൽ ആളുകൾ പറയുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് അർജന്റീന മാറിയിരിക്കും. അത് ശരിയാണ്. കാരണം അദ്ദേഹം ഒരു രാജ്യത്തിന്റെ മതത്തലവൻ മാത്രമാണ്, ഭരണാധികാരിയല്ല. അപ്പോൾ മുമ്പ് ഈ ഇമ്മ്യൂണിറ്റിയുടെ കാര്യത്തിൽ അർജന്റീന എടുത്തിരുന്ന നിലപാടിൽ നിന്ന് മാറി. അപ്പോൾ ഈക്വൽസ് ഹാവ് നോ ജൂറിസ്ഡിക്ഷൻ ഓവർ ഈച്ച് അതർ എന്നാണ് ഇമ്മ്യൂണിറ്റിയുടെ നിർവചനം. പക്ഷെ
അത് സോവറിൻ ഈക്വാളിറ്റി ഓഫ് സ്റ്റേറ്റ്സ് വെച്ചിട്ടാണ്, രാജ്യങ്ങളുടെ പരമാധികാരം വെച്ചിട്ടാണ്. അത് ഇയാൾക്ക് ബാധകമല്ല. അത് റോം സ്റ്റാറ്റ്യൂട്ടിലെ 27-ാം വകുപ്പിലാണ് ഇത് പറഞ്ഞിരുന്നത്. റോമിൽ വെച്ചുണ്ടാക്കിയ ഉടമ്പടിയിലാണ് ഈ ഇമ്മ്യൂണിറ്റിയുടെ കാര്യം പറഞ്ഞിരുന്നത്. അപ്പോൾ രാജ്യാന്തര ക്രിമിനൽ കോടതിക്ക് മുന്നിൽ ഇമ്മ്യൂണിറ്റി നിലനിൽക്കില്ല. അത് അർജന്റീന പറയുന്നുണ്ട്. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞത് ഇല്ല. അതുകൊണ്ടാണല്ലോ നെതന്യാഹുവിന് അറസ്റ്റ് വാറണ്ട്, പുട്ടിന് അറസ്റ്റ് വാറണ്ട്. അതെ. അപ്പൊ ആ കോടതിയുടെ മുമ്പിൽ പോകേണ്ട ആളാണ് ഖമനേയി. അപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ പുട്ടിനും നെതന്യാഹുവിനും എന്താണോ ആ കോടതിയുടെ മുമ്പിലുള്ള അവസ്ഥ, അതാണ് ഖമനേയിക്കും. അയാളെ നമ്മൾ ഇമ്മ്യൂണിറ്റി ഉള്ളതായിട്ട് കരുതേണ്ടതില്ല. അത് ശരിയായ ഒരു നിലപാടാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഖമനേയി 1981-89 പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ പരമാവധി രാജ്യത്തിന് ഉണ്ടായിരുന്നു. ഇപ്പോ അയാൾ ആഗോള ഭീകരവാദി മാത്രമാണ്, ടെററിസ്റ്റാണ് അയാള്. മറ്റേ ഖൊമൈനി, റുഹള്ള ഖൊമൈനി 1980 മരിച്ചപ്പോൾ ഇയാൾ മതാചാര്യൻ മാത്രമായി മാറുകയാണ്. രാഷ്ട്രീയ അധികാരങ്ങൾ അയാൾക്ക് ഉള്ളതായിട്ട് നമ്മൾ കരുതണ്ട. 1994 മുതൽ അർജന്റീനയ്ക്ക് ഈ അംബാസഡർ ലെവലിലുള്ള ബന്ധമില്ല. ഒരു ഷാറെ ദഫാറെ പദവിയിലുള്ള ആൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. കാരണം നയതന്ത്ര ബന്ധം അറ്റുപോയി ഈ ആക്രമണത്തോടു കൂടി. അപ്പോൾ ഈ ജൂത കേന്ദ്രം ഒരു ചാവേർ ആക്രമണമാണെന്ന് നടന്നത്. 1994 ജൂലൈ 18 ബോംബ് നിറച്ചൊരു വാൻ ഒരു ചാവേർ ഭടൻ കൊണ്ടുവന്ന് അതിൻ്റെ അകത്തേക്ക് ഇടിച്ച് കയറ്റുകയായിരുന്നു ജൂത കേന്ദ്രത്തിലേക്ക്. അർജന്റീനയുടെ ചരിത്രത്തിലെ ഏറ്റവും ഡെഡ്ലിയസ്റ്റ് മാരകമായ ആക്രമണമായിരുന്നു അത്. 1994 അർജന്റീനയിൽ 2 ലക്ഷം ജൂതന്മാരുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത്, 6th ലാർജസ്റ്റ് ഇൻ ദ വേൾഡ് ആഫ്റ്റർ ഇസ്രായേൽ. ഇസ്രായേൽ കഴിഞ്ഞിട്ട് 6ാമത്തെ ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള സ്ഥലമായിരുന്നു അന്ന്. ഈ സംഭവത്തിനൊക്കെ ശേഷം ഒരുപാട് പേര് പലായനം ചെയ്ത് അർജന്റീന വിടുകയൊക്കെ ചെയ്തു. ഈ അർജന്റീനയിലെ ചില പോലീസുകാരുടെ ഒത്താശ ഇതിലുണ്ടായിരുന്നു എന്ന് ആദ്യം സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അവരെ ആരോപണത്തിൽ നിന്ന് മുക്തമാക്കിയിട്ടുണ്ട് കോടതി. 2005 ഇതുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു ജഡ്ജിയെ ഇംപീച്ച് ചെയ്തിരുന്നു. അയാൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, മര്യാദക്കല്ലായിരുന്നു അയാൾ കോടതി കേസ് നടത്തിയത് എന്നൊക്കെ കണ്ടിട്ട് അങ്ങനെ ചെയ്തിരുന്നു. 2013 മാർപ്പാപ്പയായ ഇപ്പോൾ നമ്മുടെ ഫ്രാൻസിസ് 6ാമൻ മാർപ്പാപ്പ, അദ്ദേഹം കർദിനാൾ ഹോർഹെ മാരിയോ ബെർഗോഗ്ലിയോ ആയിരുന്ന സമയത്ത് ഈ കാര്യത്തിൽ നീതിക്ക് വേണ്ടി വലിയ നിവേദനം രാഷ്ട്രീയ അധികാരികൾക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു അർജന്റീനയിൽ. അപ്പോൾ ഈ ആണവോർജ ഒരു കരാർ അർജന്റീനയുമായിട്ട് ഇറാനുണ്ടായിരുന്നു, കുറേ സഹായം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ. അത് റദ്ദാക്കിയില്ലെങ്കിലും പിന്നെ ആ കരാറിൻ്റെ കാര്യത്തിൽ അർജന്റീന ഒന്നും ചെയ്തിട്ടില്ല. ഒന്നാമത് ഇറാനെതിരെ ഉപരോധമൊക്കെ ഉണ്ടല്ലോ ആ വക കാര്യങ്ങളിൽ. ഇറാൻ ഭീകര രാജ്യമായിട്ട് അർജന്റീന പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഈ സംഭവത്തിന്റെ വിളിച്ചിട്ട്. അല്ല, ഇറാൻ ഭീകര രാജ്യമാകുമ്പോഴത്തേക്ക് ഇറാന്റെ ഭരണാധികാരികൾ ഓട്ടോമാറ്റിക്കലി ഭീകരന്മാരായിട്ട് മാറുന്നു. പിന്നെ ഈ മതം എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിടപ്പുണ്ടായിരുന്നല്ലോ, വേറൊരു മതം എന്നുള്ളത്. ഈ ഒരു റിനോൾഡ് ട്രാഫിക് വാനാണ് അന്ന് ഇത് ചെയ്തത്. അതിൽ 275 കിലോ ഈ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു. അത് അമോണിയം നൈട്രേറ്റ്, ഫെർട്ടിലൈസറും ഫ്യൂവൽ ഓയിലും എല്ലാം കൂടി മിശ്രിതം ആയിട്ടാണ് ഈ വാനിൽ ഉണ്ടായിരുന്നത് ഇടിച്ചു കയറുമ്പോൾ. അതിന് മുമ്പ് 2 കൊല്ലം മുമ്പ് 1992 മാർച്ച് 17 ഇസ്രയേലിൻ്റെ എംബസി ആക്രമിച്ചു. ഇറാൻ തന്നെ. ഇത് ജൂതകേന്ദ്രം. 2 കൊല്ലം ഇസ്രയേലിൻ്റെ എംബസിയും ആക്രമിച്ചിരുന്നു. 29 പേര് കൊല്ലപ്പെട്ടിരുന്നു, ജൂതന്മാർ തന്നെ. അത് ഇസ്ലാമിക് ജിഹാദ് ഓർഗനൈസേഷൻ അന്ന് ഉത്തരവാദിത്തം ഏറ്റിരുന്നു. മറ്റേലാരും ഉത്തരവാദിത്തം ഏറ്റില്ല ഈ ജൂതകേന്ദ്രം ആക്രമിച്ചപ്പോൾ. മറ്റേൽ ഇസ്ലാമിക് ജിഹാദ് ഓർഗനൈസേഷൻ ഉത്തരവാദിത്തം ഏറ്റിരുന്നു. പക്ഷേ അർജന്റീന
കണ്ടുപിടിച്ചത്, അത് ചെയ്തതും ഇറാൻ തന്നെയാണ്. അപ്പോൾ ഈ ചാർജ് ഷീറ്റിന് ഉപോത്ബലമായ ഒരുപാട് തെളിവുകൾ അർജന്റീന മുന്നോട്ട് വെക്കുന്നുണ്ട്. അതെ, വെക്കുന്നുണ്ട്. അപ്പോൾ അർജന്റീന ചിലപ്പോൾ ഇത് രാജ്യാന്തര ആഗോള തലത്തിൽ ഏറ്റെടുക്കാൻ പോകുന്നു എന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.